ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ അനുവദിക്കണമെന്ന പ്രവാസി സമൂഹത്തിന്റെ ആവശ്യം യാഥാർത്ഥ്യമാകാൻ വഴിയൊരുങ്ങുന്നു. തപാൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാൻ പ്രവാസി ഇന്ത്യക്കാരെ അനുവദിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ നിയമ മന്ത്രാലയം ക്യാബിനറ്റ് സെക്രട്ടറിയുടെ പരിഗണനയ്ക്ക് നൽകി. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉയർന്നിരുന്ന ആവശ്യമാണ് പ്രവാസികൾക്കും വോട്ട് ചെയ്യാൻ അനുവാദം നൽകണമെന്നത്. നിയമപരവും സാങ്കേതികപരവുമായ കാരണങ്ങളാൽ ഇതിനിതുവരെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുകയും ചെയ്തിരുന്നില്ല. ഇപ്പോഴാകട്ടെ ഇക്കാര്യത്തിൽ നിർണായക ചുവടുവയ്പ്പിനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തപാൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാൻ പ്രവാസി ഇന്ത്യക്കാരെ അനുവദിക്കാമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. നിയമ മന്ത്രാലയത്തോടാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം തേടിയത്. നിയമ മന്ത്രാലയം അപേക്ഷ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് കൈമാറി. 2014 മുതൽ സുപ്രീം കോടതിയിലടക്കം പ്രവാസികളുടെ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ട്. പകരക്കാരെ ഉപയോഗിച്ച് വോട്ട് ചെയ്യുന്നതിനായുള്ള ഒരു ബിൽ പാർലമെന്റ് നേരത്തെ പരിഗണിച്ചെങ്കിലും ഇത് പിന്നീട് ലാപ്സായി പോവുകയും ചെയ്തു. അസം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, കേരളം അടക്കമുള്ള നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവാസികൾക്ക് വോട്ട് അനുവദിക്കാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. വോട്ട് രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശം പ്രവാസികൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന 5 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ അറിയിക്കുന്നവർക്ക് പോസ്റ്റൽ വോട്ട് അനുവദിക്കും. അതത് മണ്ഡലങ്ങളിലെ പോസ്റ്റൽ ബാലറ്റ് ഇലക്ട്രോണിക് മാർഗത്തിൽ പ്രവാസികൾക്ക് അയച്ചു നൽകും. അവർക്കതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വോട്ട് രേഖപ്പെടുത്താം. ശേഷം എംബസികളിൽ അറിയിച്ച് ആ രാജ്യത്ത് താമസിക്കുകയാണെന്നും വോട്ട് രേഖപ്പെടുത്തിയയാൾ പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചയാൾ തന്നെയാണെന്നും സാക്ഷ്യപ്പെടുത്തണം. എംബസിയിൽ നിന്ന് വാങ്ങിയ അറ്റസ്റ്റഡ് കോപ്പി ഒന്നുകിൽ തപാലിലൂടെയോ അല്ലെങ്കിൽ എംബസിയിൽ സമർപ്പിക്കുകയോ ചെയ്യാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ. രാജ്യത്തെ 1 കോടിയോളം പ്രവാസികളിൽ ഭൂരിപക്ഷത്തിനും ഇങ്ങനെ വോട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. പ്രവാസികൾക്ക് പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്തുന്നതിൽ പ്രായോഗിക വശങ്ങൾ പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. ഓൺലൈൻ പ്രോക്സി വോട്ടുകളുടെ സാധ്യത സംബന്ധിച്ച് ശുപാർശ നൽകും. ഇക്കാര്യത്തിൽ പാർലമെന്റിന്റെ അടക്കം അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്നും ടിക്കാറാം മീണ പ്രതികരിച്ചു. അതിന്റെ എല്ലാ പ്രായോഗിക വശങ്ങൾ നോക്കിയിട്ട് പരിശോധിച്ചതിന് ശേഷം ലോക്സഭയിലെ പാർലമെൻറ്റാണ് ഇത് ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. എന്നാലും ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു തുറന്ന സമീപനമാണ്. ഇതുവരെ ഓൺലൈനോ പ്രോക്സി വോട്ടറോ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി വഴി വോട്ട് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നിയമം ഇല്ല ഇങ്ങനെ. പക്ഷേ ഭാവിയിൽ അത് പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഈ അഭിപ്രായം, ഈ ശുപാർശ നമ്മൾ വീണ്ടും ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കും. UAE-യിൽ ആക്റ്റീവ് കോവിഡ് കേസുകൾ 14,000-ലേക്ക് അടുക്കുന്നു. ഇന്ന് 1289 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 4 പേർ കൂടി മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. UAE-യിൽ ഇന്ന് 1289 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,70,149 ഉയർന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 4 പേർ കൂടി മരിച്ചതായി UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിച്ച 576 പേരാണ് ഇതുവരെ UAE-യിൽ മരിച്ചത്. 768 പേരെന്ന് സുഖം പ്രാപിച്ചു. 1,55,667 പേർക്ക് ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടാനായതായും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം രാജ്യത്ത് ആക്റ്റീവ് കോവിഡ് കേസുകൾ 14,000-ലേക്ക് അടുക്കുന്നു. നിലവിൽ 13,906 പേരാണ് UAE-യിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 1,29,900 പരിശോധനകൾ കൂടി UAE-യിൽ നടത്തി. ഐശ്വര്യ, 24, ദുബായ്. കുവൈറ്റിൽ 357 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. രോഗബാധ മൂലം ഒരു മരണം കൂടി രേഖപ്പെടുത്തിയതോടെ മരിച്ചവരുടെ ആകെ എണ്ണം 881 ആയി. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 357 പേർക്ക് കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 1,42,992 ആയി. വൈറസ് ബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഒരാൾക്ക് കൂടി ഇന്ന് ജീവൻ നഷ്ടമായി. ഇതോടെ വൈറസ് ബാധിച്ച് 64 മലയാളികളടക്കം മരിച്ചവരുടെ ആകെ എണ്ണം 881 ആയി ഉയർന്നു. അതേസമയം രോഗമുക്തി നേടിയവരുടെ കണക്ക് നോക്കിയാൽ 554 പേരാണ് ഇന്ന് രോഗമുക്തരായത്. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 1,37,625 ആയി. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 4,486 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഉള്ളവരുടെ എണ്ണം 82 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5,572 പേരിൽ കോവിഡ് പരിശോധന നടത്തിയതായും ഇതുവരെയായി രാജ്യത്ത് 11,01,146 പരിശോധനകളാണ് നടത്തിയതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം രാജ്യത്ത് കോവിഡ് വാക്സിൻ ലഭ്യമാവുന്ന ആദ്യ ഡോസുകളിൽ
സ്വദേശികൾ, ആരോഗ്യ പ്രവർത്തകർ, പ്രായമായവർ, മറ്റു രോഗികൾ, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിലുള്ളവർ തുടങ്ങിയവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു. 24 കുവൈറ്റ്. ഡിസംബർ അവസാനത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം. അതേസമയം കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിൽ സ്വദേശികളിൽ 45% പേർക്കും താൽപ്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കുവൈറ്റിൽ ഡിസംബർ അവസാനത്തോടെ കോവിഡ് വാക്സിൻ ലഭ്യമാവുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ മന്ത്രാലയം. എന്നാൽ വാക്സിൻ എടുക്കുന്നതിനായി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനായി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ചോദ്യാവലിയിൽ 10,000 പേരുടെ അഭിപ്രായത്തിലാണ് 45% പേർ വാക്സിൻ സ്വീകരിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ 5.7 മില്യൺ ഡോസ് വാക്സിൻ എത്തിക്കാനുള്ള പദ്ധതിയാണ് ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കുന്നത്. അമേരിക്കൻ മരുന്ന് നിർമ്മാണ കമ്പനിയായ ഫൈസർ ഉൽപ്പാദിപ്പിക്കുന്ന കോവിഡ് വാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ചാൽ ആദ്യം ലഭ്യമാവുന്ന രാജ്യങ്ങളിൽ കുവൈറ്റ് ഉണ്ടാവുമെന്ന് ആദ്യമേ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂടാതെ മറ്റു കമ്പനികളുടെ വാക്സിനുകളും മന്ത്രാലയം ലഭ്യമാക്കും. രാജ്യത്തെ മുഴുവൻ പേർക്കും സൗജന്യമായി തന്നെ വാക്സിൻ ഘട്ടം ഘട്ടമായി നൽകുമെന്നും അധികൃതർ അറിയിച്ചു. 24 കുവൈറ്റ്. സൗദി അറേബ്യയിൽ കോവിഡ് മുക്തി നിരക്ക് 97% മുകളിലെത്തി. 4,540 പേർ മാത്രമാണ് ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. 263 പുതിയ കേസുകളും 11 മരണവും റിപ്പോർട്ട് ചെയ്തു. 263 കോവിഡ് കേസുകളാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കേസുകളുടെ എണ്ണം ഇതോടെ 3,57,623 ആയി. 374 പേർ കൂടി രോഗമുക്തരായതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,47,176 ആയി. രോഗമുക്തി നിരക്ക് 97.08% വർദ്ധിച്ചു. 11 കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 5,907 ആയി. നിലവിൽ ചികിത്സയിലുള്ളത് 4,540 പേരാണ്. ഇതിൽ 649 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 46,372. 24 ജിദ്ദ. നിർത്തിവെച്ച വ്യോമഗതാഗതം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് സൗദി അറേബ്യയുടെ സുപ്രധാന പ്രഖ്യാപനം ബുധനാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. ഇന്ത്യയിൽ നിന്ന് വിമാന സർവീസ് അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. അടുത്ത വർഷം ആദ്യം അന്താരാഷ്ട്ര വ്യോമഗതാഗതം പുനരാരംഭിക്കുമെന്ന ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ ഡിസംബറിൽ പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരുന്നത്. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച കര, നാവിക, വ്യോമഗതാഗതം സെപ്റ്റംബറിൽ പുനരാരംഭിച്ചിരുന്നു. ഭാഗികമായി അന്താരാഷ്ട്ര വ്യോമഗതാഗതം ആരംഭിച്ചെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നിരോധനം തുടർന്നു. ആരോഗ്യ മന്ത്രാലയം, സിവിൽ ഏവിയേഷൻ അതോറിറ്റി, വിദഗ്ധ സമിതി എന്നിവയുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ച ആഭ്യന്തര മന്ത്രാലയമാണ് വ്യോമഗതാഗതം സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. അതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന് റിയാദിലെ ഇന്ത്യൻ എംബസി സൗദി ആരോഗ്യ സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടത്തി. സമ്പൂർണ്ണ വ്യോമഗതാഗതം സാധ്യമായില്ലെങ്കിൽ എയർ ബബിൾ കരാർ പ്രകാരം ഇന്ത്യക്കാർക്ക് സൗദിയിലെത്താൻ സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. സൗദി അറേബ്യയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് അനുവദിച്ച ലോൺ തിരിച്ചടയ്ക്കാൻ വീണ്ടും സാവകാശം നൽകി. അടുത്ത മാർച്ച് അവസാനം വരെയാണ് സമയം നീട്ടി നൽകിയത്. പുതിയ തീരുമാനം വിവിധ സ്ഥാപനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകും. സൗദി സ്വകാര്യ മേഖലയിലെ പൌരന്മാരുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് സൗദി സെൻട്രൽ ബാങ്ക് അഥവാ സാമ നേരത്തെ ധനസഹായം അനുവദിച്ചിരുന്നു. കോവിഡ് സാഹചര്യത്തിലാണ് പ്രതിസന്ധി മറികടക്കാൻ ധനസഹായം നൽകിയത്. സൗദിയിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് സെൻട്രൽ ബാങ്ക് അനുവദിച്ച ലോൺ തിരിച്ചടക്കാനുള്ള സമയമാണ് വീണ്ടും നീട്ടി നൽകിയത്. അടുത്ത മാർച്ച് അവസാനം വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്. തീരുമാനം വന്നതോടെ സൗദിയിലെ വിവിധ സ്ഥാപനങ്ങൾക്കും ആശ്വാസമായി. സ്വകാര്യ മേഖലയിലെ പൌരന്മാരുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് സൗദി സെൻട്രൽ ബാങ്ക് അഥവാ സാമയാണ് കോവിഡ് സാഹചര്യത്തിൽ പ്രതിസന്ധിയെ മറികടക്കാൻ ധനസഹായം നൽകിയത്. മാർച്ച് 14-നായിരുന്നു സെൻട്രൽ ബാങ്ക് ധനസഹായം പ്രഖ്യാപിച്ചത്. ഇതിനകം 87,000 സ്ഥാപനങ്ങൾ ഈ സേവനം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. 77.3 ബില്യൺ റിയാലാണ് ഇത്രയും കമ്പനികൾക്ക് സഹായമായി നൽകിയത്. മലയാളികളടക്കം ജോലി ചെയ്യുന്ന ചെറുകിട മധ്യനിലവാരത്തിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങൾക്കും ഇത് നേട്ടമായിരുന്നു. സെപ്റ്റംബർ 1-ന് തിരിച്ചടവ് കാലാവധി അവസാനിക്കാനിരിക്കെ ഡിസംബർ 14 വരെ കാലാവധി നീട്ടി നൽകിയിരുന്നു. എന്നാൽ ഇതാണിപ്പോൾ വീണ്ടും മാർച്ച് വരെ നീട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും കോവിഡ് പ്രതിസന്ധിക്കിടെയുള്ള അധികൃതരുടെ ഈ പ്രഖ്യാപനം സ്ഥാപനങ്ങൾക്ക് ഏറെ ആശ്വാസമാകുമെന്നത് തീർച്ച. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഒമാനിൽ 7 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. പുതുതായി 209 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായും ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.
ഒമാനിൽ ഇന്ന് 209 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 1,23,908 ആയി. കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 7 പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് ഇതുവരെ 1,430 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 1,15,441 പേരാണ് ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയത്. 93.1% ഒമാനിലെ രോഗമുക്തി നിരക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 18 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 199 പേരാണ് കോവിഡ് ബാധിച്ച് നിലവിൽ ഒമാനിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 105 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഐശ്വര്യ, 24 ഒമാൻ. ഒമാനിൽ കൂടുതൽ മേഖലകളിൽ സുപ്രീം കമ്മിറ്റി ഇളവുകൾ പ്രഖ്യാപിച്ചു. ഒമാനിലെ ബീച്ചുകളും പാർക്കുകളും പൊതുസ്ഥലങ്ങളും സിനിമാ തിയേറ്ററുകളും തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഡിസംബർ 1 മുതൽ 7ാം ഘട്ട ഇളവുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശനം അനുവദിച്ചു. മാളുകളിലെയും വാണിജ്യ കേന്ദ്രങ്ങളിലെയും ഫുഡ് കോർട്ടുകൾ, എക്സിബിഷൻ, കോൺഫറൻസ് ഹാളുകൾ, ഹെൽത്ത് ക്ലബ്, നഴ്സറികൾ എന്നിവയ്ക്കും പ്രവർത്തനാനുമതി നൽകി. മാളുകളിൽ മുഴുവൻ പാർക്കിംഗും അനുവദിക്കാനും സുപ്രീം കമ്മിറ്റി തീരുമാനിച്ചു. കോവിഡ് പരിശോധനാ ഫീസ് കുറച്ചത് ബഹ്റൈൻ പ്രവാസികൾക്ക് ആശ്വാസം. ബഹ്റൈനിലെത്തുന്ന എല്ലാവരും ബി അവെയർ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യണം. ബഹ്റൈനിൽ 169 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ബഹ്റൈനിലെത്തുന്നവർ COVID-19 പരിശോധനയ്ക്ക് നൽകേണ്ട ഫീസ് 60 ദിനാറിൽ നിന്നും 40 ദിനാറായി കുറച്ചത് നാട്ടിൽ നിന്നും മടങ്ങിവരുന്ന പ്രവാസികൾക്ക് ആശ്വാസമായി. 20 ദിനാർ ലാഭിക്കുവാൻ കഴിയുന്നതിന്റെ സമാധാനത്തിലാണ് പ്രവാസികൾ. കോവിഡ് പ്രതിരോധത്തിനുള്ള മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് കൈക്കൊണ്ട തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. സ്വദേശികൾക്കും പ്രവാസികൾക്കും സന്ദർശകർക്കും ഇത് ബാധകമാണ്. വിമാനത്താവളത്തിൽ എത്തുമ്പോഴും 10 ദിവസം കഴിഞ്ഞും നടത്തേണ്ട കോവിഡ് PCR പരിശോധനകൾക്കാണ് 40 ദിനാർ ഈടാക്കുന്നത്. അതേസമയം ബഹ്റൈനിൽ എത്തുന്നവർ COVID-19മായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മറ്റു നിബന്ധനകളിൽ മാറ്റമില്ല. ആദ്യ പരിശോധനയുടെ ഫലം ലഭിക്കുന്നതുവരെ വീട്ടുനിരീക്ഷണത്തിൽ കഴിയണം. രാജ്യത്ത് 10 ദിവസത്തിൽ കൂടുതൽ തങ്ങുന്നവർ 10ാം ദിവസം വീണ്ടും പരിശോധന നടത്തണം. ബഹ്റൈനിൽ 169 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവരിൽ 83 പേർ പ്രവാസികളാണ്. 70 പേർക്ക് സമ്പർക്കത്തിലൂടെയും 16 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. നിലവിൽ 1474 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. പുതുതായി 164 പേർ കൂടി സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 85,141 ഉയർന്നു. ജോമോൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ. ഖത്തറിൽ 216 പേർ കൂടി കോവിഡ് മുക്തി നേടി. പുതുതായി 168 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 18 പേർ യാത്രക്കാരാണ്. 150 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗം ബാധിച്ച് തീവ്രപരിചരണത്തിൽ ചികിത്സയിലായിരുന്ന 67 വയസ്സുള്ള ഒരാൾ ഇന്ന് മരിച്ചു. ഇതോടെ ആകെ മരണം 238 രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച 1,36,306 പേർ ഇതിനോടകം രോഗമുക്തി നേടി. ഇതോടെ രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 2,457 കുറഞ്ഞു. ഇതിൽ 260 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 27 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. ഖത്തറിൽ 4 പേർക്ക് മാത്രമാണ് വീണ്ടും കോവിഡ് ബാധിച്ചതെന്ന് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പകർച്ചവ്യാധി കേന്ദ്രത്തിലെ ഡയറക്ടർ ഡോക്ടർ മുന അൽ മസ്ലമാനി പറഞ്ഞു. 2 തവണയും ഇവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ആദ്യം രോഗം ബാധിച്ച് 45 ദിവസത്തിനും 87 ദിവസത്തിനും ഇടയിലാണ് ഇവർക്ക് വീണ്ടും രോഗം കണ്ടെത്തിയതെന്നും അവർ അറിയിച്ചു. സക്കരിയ സലാഹുദ്ദീൻ, 24 ദോഹ. സൗദി അറേബ്യയിലെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞിരുന്ന നിയമലംഘകരായ ഇന്ത്യക്കാരെ ഡൽഹിയിലെത്തിച്ചു. 20 മലയാളികൾ ഉൾപ്പെടെ 290 പേരെ സൗദി എയർലൈൻസിന്റെ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹിയിലെത്തിച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വിമാന സർവീസ് നിർത്തിവച്ചതിനു ശേഷം ഇതുവരെ 2,970 പേരെയാണ് ഇന്ത്യയിലെത്തിച്ചത്. താമസാനുമതി രേഖയായ ഇക്കാമ കാലാവധി കഴിഞ്ഞവർ, തൊഴിലുടമയിൽ നിന്ന് ഓടിപ്പോയവർ, തൊഴിൽ നിയമലംഘനത്തിന് പിടിയിലായവർ എന്നിവരെയാണ് ഇന്ത്യയിലെത്തിച്ചത്. ഉത്തർപ്രദേശിലുള്ള 116ഉം പശ്ചിമബംഗാളിലുള്ള 54 പേരും ഉൾപ്പെടെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലുള്ളവരാണ് ഡൽഹിയിലെത്തിയത്. ഇന്ത്യയിലേക്ക് മടങ്ങാൻ റിയാദിൽ മലയാളികൾ ഉൾപ്പെടെ 400-ലധികം നിയമലംഘകരാണ് നാടുകടത്തൽ കേന്ദ്രത്തിൽ അവശേഷിക്കുന്നത്. ഇവരെ മടക്കി അയക്കുന്നതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. സൗദി സർക്കാർ സൗജന്യമായാണ് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നത്. റിയാദ് ഇന്ത്യൻ എംബസിയും സൗദി പാസ്പോർട്ട് വിഭാഗവും സംയുക്തമായി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിയമലംഘകർക്ക് നാട്ടിലെത്താൻ വഴിയൊരുങ്ങിയത്.
നസ്രുദ്ദീൻ വിജയ്, 24, റിയാദ്. സൗദിയിലെ വിദേശ തൊഴിലാളികൾ 10 മാസത്തിനിടെ 123.4 ബില്യൺ റിയാൽ മാതൃരാജ്യങ്ങളിലേക്ക് അയച്ചതായി സൗദി സെൻട്രൽ ബാങ്ക്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 19.3 ബില്യൺ റിയാൽ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വിദേശികളുടെ റെമിറ്റൻസ് വർദ്ധിച്ചതായി രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 1935 കോടി റിയാൽ അധികമാണിത്. റെമിറ്റൻസിൽ 18.6% വർധനവ് രേഖപ്പെടുത്തി. ഒക്ടോബറിൽ 1316 കോടി റിയാലാണ് വിദേശികൾ മാതൃരാജ്യത്തേക്ക് അയച്ചത്. കഴിഞ്ഞ വർഷം ഇത് 1104 കോടി റിയാലായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ 210 കോടി റിയാൽ അധികമാണിത്. ഈ വർഷം സെപ്റ്റംബറിനെ അപേക്ഷിച്ച നവംബറിൽ റെമിറ്റൻസ് 4.9 കോടി റിയാൽ കുറഞ്ഞു. 2016 മുതൽ സൗദിയിലുള്ള വിദേശ തൊഴിലാളികൾ മാതൃരാജ്യങ്ങളിലേക്ക് അയക്കുന്ന പണം കുറഞ്ഞുവരികയാണ്. കഴിഞ്ഞ വർഷമാണ് റെമിറ്റൻസ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത്. സ്വദേശി പൗരന്മാർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വിദേശങ്ങളിലേക്ക് അയച്ച പണത്തിൽ 95 കോടി റിയാലിന്റെ കുറവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. 24, റിയാദ്. സൗദിയിലെ സഖാക്കയിൽ നവീകരണം പൂർത്തിയായ പാർക്ക് സന്ദർശകർക്ക് തുറന്നുകൊടുത്തു. ദൂമത്ത് അൽ ജന്തൽ നഗരസഭയുടെ കീഴിലുള്ള സൗത്ത് ഗാർഡൻ പാർക്കിലെ ദീപാലങ്കാരമാണ് മുഖ്യ ആകർഷണം. കോവിഡിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന സൗത്ത് ഗാർഡൻ പാർക്കിൽ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നിയന്ത്രണങ്ങൾ അവസാനിച്ചതോടെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ദൂമത്തൽ ജന്തൽ സന്ദർശിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. പാർക്കിലെയും പരിസര പ്രദേശങ്ങളിലെയും ദീപാലങ്കാരമാണ് സന്ദർശകരെ ആകർഷിക്കുന്നത്. നഗരസഭ ആസ്ഥാനം മുതൽ പാർക്ക് വരെ 1.5 കിലോമീറ്റർ ദൂരം റോഡ് അലങ്കരിച്ചിട്ടുണ്ട്. പാർക്കിനുള്ളിലും പുതുതായി വിപുലമായ സജ്ജീകരണമാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. കുട്ടികൾക്ക് വിനോദത്തിനായി നിരവധി പുതിയ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്വദേശി യുവതികളും യുവാക്കളും നേതൃത്വം നൽകുന്ന നിരവധി കോഫി ഷോപ്പുകളും ഭക്ഷണശാലകളും പുതുതായി പാർക്കിന് മുൻവശം ആരംഭിച്ചു. കോവിഡിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ സന്ദർശനം നിലച്ചത് ഇവിടെയുള്ള വ്യാപാരികൾക്കും ഹോട്ടൽ ഉടമകൾക്കും തിരിച്ചടിയായിരുന്നു. എന്നാൽ ശീതകാലം ആരംഭിച്ചതോടെ കൂടുതൽ സന്ദർശകർ ദൂമത്തൽ ജന്തൽ സന്ദർശിക്കാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെയുള്ളവർ. സഖാക്കയിലെ ദൂമത്തൽ ജന്തലിൽ നിന്നും ക്യാമറാമാൻ മുജീബ് ചങ്ങരംകുളത്തിനൊപ്പം നസ്രുദ്ദീൻ വിജയ്, 24. UAE തദ്ദേശീയമായി വികസിപ്പിച്ച ലോകത്തെവിടെയും ഉപയോഗിക്കാവുന്ന സമ്പർക്കരഹിത ഇൻസ്റ്റന്റ് ക്രെഡിറ്റ് ആപ്പ് എംബെ പുറത്തിറക്കി. ദ എമിറേറ്റ്സ് പേയ്മെന്റ് സർവീസസ് ആണ് എംബെ വികസിപ്പിച്ചത്. സർക്കാർ സേവനങ്ങൾക്ക് പുറമെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിൽ ആദ്യത്തെ ആപ്പ് എന്നതിന് പുറമെ മേഖലയിലെ ആദ്യ ദേശീയ പേയ്മെന്റ് ആപ്പാണിതെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. കോവിഡ് കാല നിയന്ത്രണങ്ങൾക്ക് ശേഷം കാൽപന്ത് മൈതാനങ്ങളെ സജീവമാക്കി 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന സിവ സൂപ്പർ കപ്പ് സമാപിച്ചു. ദമാമിലെ സൈഹാദ് അൽ റയാൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിന് ജെയിംസ് യുണൈറ്റഡ് ജേതാക്കളായി. കോവിഡ് കാലത്തെ നീണ്ട നിയന്ത്രണങ്ങൾക്ക് ശേഷം കാൽപന്ത് മൈതാനങ്ങളെ സജീവമാക്കി 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന സിഫ സൂപ്പർ കപ്പ് വർണ്ണാഭമായ പരിപാടികളോടെയാണ് സമാപിച്ചത്. സൈഹാത്ത് അൽ റയാൻ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പ്രേമികളുടെ ആർപ്പ് വിളികളോടെ ആവേശം വാനോളമുയർത്തിയ ഫൈനൽ മത്സരത്തിൽ ജെംസ് യുണൈറ്റഡ് ജുബൈലും റൈഡേഴ്സ് FC അനക്കും തമ്മിലായിരുന്നു മാറ്റുരച്ചത്. എതിരില്ലാത്ത ഒരു ഗോളിന് റൈഡേഴ്സ് FC അനക്കിനെ പരാജയപ്പെടുത്തി ജെംസ് യുണൈറ്റഡ് ജുബൈൽ സിഫ സൂപ്പർ കപ്പ് സ്വന്തമാക്കി. ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറായി റൈഡേഴ്സ് FCയിലെ അനസിനെയും മികച്ച സ്റ്റോപ്പറായി ജെംസ് യുണൈറ്റഡിന്റെ അമിൻ ജോസഫിനെയും മികച്ച കളിക്കാരനായി ജെംസ് യുണൈറ്റഡിലെ തന്നെ ഷാമിലിനെയും ടോപ്പ് സ്കോററായി അൽദഫാറ FCയുടെ ജബ്ബാറിനെയും തെരഞ്ഞെടുത്തു. സിഫ പ്രസിഡന്റ് അനീസ് ബാബു കോഡൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൗദിയിലെ SBC ചാനൽ പ്രതിനിധിയും മുൻ സൗദി ക്ലബ്ബായ ഇത്തിഫാഖിന്റെ ചെയർമാനുമായ അബ്ദുള്ള മിസ്നദും സംബന്ധിച്ചു. വിജയികൾക്ക് ട്രോഫികളും വിതരണം ചെയ്തു. ദമാം മീഡിയ ഫോറം പ്രസിഡന്റ് സാജിദ് ആറാട്ടുപുഴ, സാമൂഹ്യ പ്രവർത്തകൻ സലാം ജംജും, മുജീബ്, സജാസ്, അഹമ്മദ് കുട്ടി, രാജേന്ദ്രൻ, മുഷ്കാഖ് പെങ്ങോട്, ആമീൻ എന്നിവർ വിജയികൾക്ക് ആശംസകളും നേർന്നു. സുബൈറുദ്ദൂർ, 24, ദമാം. മദീനയുടെയും പ്രവാചകന്റെയും ചരിത്രം പറയുന്ന കേന്ദ്രമാണ് മദീനയിലെ ഹിജാസ് മ്യൂസിയം. പ്രവാചകന്റെ കാലത്ത് ഖുർആൻ വചനങ്ങൾ എഴുതിവെച്ച കല്ലുകളും ആയുധങ്ങളുമെല്ലാം ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
മദീനയുടെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും വിശദമായി പഠിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഹിജാസ് മ്യൂസിയം. പ്രവാചകന്റെ പ്രബോധനകാലത്തെ നിരവധി ശേഷിപ്പുകളും ചരിത്രത്തിന്റെ ഭാഗമായ അപൂർവ ശേഖരങ്ങളും ഈ മ്യൂസിയത്തിൽ കാണാം. പ്രവാചകന്റെ കാലത്ത് ഖുർആൻ വചനങ്ങൾ എഴുതിവച്ച കല്ലുകൾ, യുദ്ധത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, പൂർവികർ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, മദീനയുടെ പഴയ ഫോട്ടോകൾ തുടങ്ങിയവ ഉൾപ്പെടെ 2000-ഓളം വസ്തുക്കൾ ഇവിടെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള നാണയങ്ങൾ, ആഭരണങ്ങൾ, അമ്പ്, വില്ല് പോലുള്ള ആയുധങ്ങൾ, യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അൽഹംദുലില്ലാ, നമുക്ക് എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഹിജാസ് റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ചാണ് 1983 ഈ മ്യൂസിയം ആരംഭിച്ചത്. 2 നിലകളിലായി 14 ഹാളുകൾ ഇവിടെയുണ്ട്. മദീനയുടെ ചരിത്രം പറയാനും പ്രവാചകന്റെ കാലത്തെ ശേഷിപ്പുകൾക്കും പ്രവാചകന്റെ കുടുംബം, അൻസാറുകൾ, മുഹാജിറുകൾ, പ്രവാചകന്റെ പള്ളി, ഖലീഫുമാർ തുടങ്ങിയവയുടെയൊക്കെ ചരിത്രം പറയാനുമായി പ്രത്യേകം ഹാളുകൾ. കൂടാതെ ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലഘട്ടത്തിലേക്കും ഈ മ്യൂസിയം സന്ദർശകരെ കൊണ്ടുപോകുന്നു. ഈ സമീപകാലം വരെയുള്ള മദീനയുടെ ചരിത്രം വിശദമായി വായിച്ചറിയാനുള്ള അവസരമാണ് ഈ മ്യൂസിയം നൽകുന്നത്. മദീനയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. പെരിയ ഇരട്ടക്കൊലക്കേസ് CBI തന്നെ അന്വേഷിക്കട്ടെ എന്ന് സുപ്രീം കോടതി. CBI അന്വേഷണത്തിനെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. അടിസ്ഥാനമില്ലാത്ത നിലപാടുകളും ഉചിതമല്ലാത്ത വാദങ്ങളും കൊണ്ട് കേസുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ താൽപര്യം സംശയം ഉണർത്തുന്നതാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 1.5 മണിക്കൂറോളം കോടതി നടപടികളെ ദീർഘിപ്പിക്കാൻ വിധത്തിൽ നീണ്ട വാദങ്ങൾ ഉന്നയിക്കാൻ സംസ്ഥാന സർക്കാരിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകന് സാധിച്ചു. എന്നിട്ടും CBI അന്വേഷണം നീതിയുടെ താൽപര്യത്തിന് എങ്ങനെ വിരുദ്ധമാകുമെന്ന് സ്ഥാപിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞില്ല. ഹർജിയുടെ ഉള്ളടക്കത്തെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സംശയങ്ങളാണ് ജസ്റ്റിസ് നാഗേശ്വര റാവു അധ്യക്ഷനായ ബെഞ്ച് ഉയർത്തിയത്. കൊല്ലപ്പെട്ടത് 2 യുവാക്കളാണ്. മറ്റേത് കാരണമുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അവർക്ക് നീതി നൽകുന്നതായിരിക്കണം താൽപര്യം. സംസ്ഥാന സർക്കാർ ഇതിനെ എതിർക്കുന്ന വാദങ്ങളാണ് ഉയർത്തുന്നത്. ഇത്തരമൊരു ഹർജിയുടെ സാധ്യത തന്നെ ഉണ്ടായിരുന്നോ എന്ന് കോടതി സംശയിച്ചു. സംസ്ഥാന പോലീസ് സേനയുടെ ആത്മാഭിമാനത്തെയോ കഴിവിനെയോ CBI അന്വേഷണം ബാധിക്കേണ്ട സാഹചര്യമില്ല. കേരള സർക്കാർ കേസിൽ നിസ്സഹകരണം കാട്ടുന്നതായി CBI കോടതിയെ അറിയിച്ചു. ഫയലും കേസ് വിവരങ്ങളും അടക്കം ഉടൻ കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 21ാമത്തെ ഐറ്റമായി കോടതി കേട്ട കേസിൽ ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ അഭിഭാഷകന് എതിർഭാഗം ഉന്നയിച്ച ആവശ്യങ്ങളും ഉയർത്തിയ സംശയങ്ങളും പൂർണ്ണമായി തെറ്റാണെന്ന് സ്ഥാപിക്കാൻ സാധിച്ചില്ല. കേസ് ഡയറി പരിശോധിക്കാതെ ഹർജിക്കാരുടെ വാദങ്ങൾ മാത്രം പരിഗണിച്ചാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ അപ്പീലിൽ പറഞ്ഞത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. കൂടുതൽ വാർത്തകൾക്കായി 24news.com സന്ദർശിക്കുക. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. This is 24.